ഹലോ. സൺഡേ നോർമലി വൈകി എണീക്കുന്ന ഞാൻ ഇന്ന് 6 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതെ, മമ്മി വീട്ടിലില്ല. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ എൻ്റെ ചുമലിലാണ്. ഞാനാണ് ഈ കുടുംബത്തിൻ്റെ കുടുംബസ്ഥ 2 ദിവസത്തേക്ക്. അപ്പോൾ രാവിലെ എണീറ്റ പാടെ ഞാൻ ചായ വെച്ചിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ചായയാണ് നോർമലി കുടിക്കുക. പക്ഷേ ഇന്ന് ശ്രീകുട്ടൻ പറഞ്ഞു, ഇനി മുതൽ എനിക്ക് പാല് മതി അമ്മേ, കാരണം സ്കൂളിൽ നിന്നും അണ്ടർ വെയ്റ്റ് കുട്ടികളോട് പാലും നട്ട്സും പഴവും ഒക്കെ കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെ അവന് പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ന്യൂസൊക്കെ നോക്കി വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫ്രിഡ്ജിൽ നിന്ന് മാവ് എടുത്ത് വെച്ചിട്ടില്ല എന്ന് ഓർത്തത്. അങ്ങനെ മാവൊക്കെ എടുത്ത് അതൊന്ന് ആറിയതിന് ശേഷം, തണുപ്പ് പോയതിന് ശേഷം നമ്മൾ മെല്ലെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ദോശ ശരിക്കും പറഞ്ഞാൽ നല്ല നൈസ് ദോശ ഞാൻ ഉണ്ടാക്കും. പക്ഷേ ഇന്നെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് നൈസായില്ല. എനിവേ നല്ലോണം നെയ്യൊക്കെ ഇട്ട് പരത്തി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്ര ഭംഗിയുള്ള ദോശ മാത്രമേ എനിക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കൂടെ കുറച്ച് മുട്ടയും പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അങ്ങനെ മുട്ടയും ദോശയും ചട്നിയും ചമ്മന്തിയും പൊടിയും ഒക്കെ ആയിട്ടൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ്. ക്ലീനിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഡ്രസ് കോഡ് ഒന്ന് മാറ്റിയാൽ കൊള്ളാൻ തോന്നി. കാരണം ഉത്തരവാദിത്വമുള്ള ആളുകൾ നൈറ്റി ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഉത്തരവാദിത്വം ഈ ഡ്രസ്സിൽ വരുമോ എന്നറിയാൻ വേണ്ടി മമ്മിയുടെ നൈറ്റി ഇട്ടങ്ങ് തുടങ്ങുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട് ഈ ലുക്കിൽ എന്നെ കാണാൻ? അങ്ങനെ ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്ത് ആദ്യം തന്നെ അടിച്ചുവാരി. എന്നിട്ട് ഞാനൊരു കോട്ടൺ തോർത്തെടുത്തിട്ട് വന്നിട്ടാണ് തുടയ്ക്കൽ പരിപാടികളൊക്കെ നടത്തുന്നത് കേട്ടോ. നന്നായി വെള്ളം മുക്കി പിഴിഞ്ഞ് ഡോറൊക്കെ തുടയ്ക്കുന്നത്. കാറ്റടിച്ച് ഫുൾ പൊടിയാണ്, സിറ്റ് ഔട്ടിലൊക്കെ പൊടിയാണ്. ആൻഡ് ഡോർ തുറന്ന് വെച്ചാൽ അത് ഉള്ളിലേക്ക് വരും. അപ്പം ഞാൻ നന്നായിട്ട് ആ കോട്ടൺ തോർത്ത് നനച്ച് പിഴിഞ്ഞ് നന്നായിട്ട് തുടയ്ക്കുന്നുണ്ട്. ഇങ്ങനെ തുടയ്ക്കുമ്പോൾ നല്ല ക്ലീൻ ആവും കേട്ടോ നിലം. മോപ്പ് വെച്ച് ക്ലീൻ ചെയ്താൽ എല്ലാ ഭാഗത്തും ഒന്നും അങ്ങോട്ട് എത്തില്ല. ഇതാവുമ്പോൾ നന്നായി കൂനിഞ്ഞ് നിവർന്ന് കാലങ്ങി മറിഞ്ഞ് അങ്ങോട്ട് തുടച്ചാൽ എല്ലാ ഭാഗവും ക്ലീൻ ആവുകയും ചെയ്യും. നമുക്കൊരു സമാധാനം കിട്ടുകയും ചെയ്യും. ഇതാണ് എൻ്റെ ഡീപ്പ് ക്ലീനിങ് മെത്തേഡ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ഡീപ്പ് ക്ലീനിങ് ചെയ്യുക? ജയഗാർഡിനെ വിളിക്കുമായിരിക്കും അല്ലേ? എനിവേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അരി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട്. ചോറാകണമല്ലോ. അളവൊക്കെ ഏകദേശം മമ്മി പണ്ട് എപ്പോഴോ പറഞ്ഞൊരു ഓർമ്മയിലാണ് അരി എടുത്തിട്ടുള്ളത്. അതൊക്കെ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് രേഷേട്ടൻ ഇന്ന്. അപ്പോൾ ബീഫൊക്കെ ഞരടി പിഴിഞ്ഞ് മുളകും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ചോറും കറിയും അങ്ങോട്ട് റെഡി ആക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.